അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലെ പ്രിൻസിപ്പാളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കാണ് കൂടുതൽ സ്നേഹം എന്നോട് കാണിക്കാറുള്ളത്. നന്നായിട്ട് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആണോ നല്ലതാണോന്ന് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ ഒരു തീ ഉണ്ട് എന്ന് പറഞ്ഞ ആള് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പുട്ടും കട്ടിപ്പരിപ്പും മുട്ട റോസ്റ്റും, അത് കായലിന്റെ തീരെ താറാമുട്ടയും ഇങ്ങനെ ചോദിച്ചിരിക്കും, സൂര്യനും ചോദിക്കും. നമ്മൾ ഈ സ്നേഹിച്ച കൂട്ടുകാരൊക്കെ ആയിട്ട് അവരായിട്ട് മാത്രം ഒരു യാത്ര പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അന്ന് അശ്വന്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഞാൻ ഹലോ ഗൈസ്, വെൽക്കം ടു ടോക്കിംഗ് പോയിന്റ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആക്ടർ, സിംഗർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഡാൻസർ ആൻഡ് പ്രേക്ഷകർ എല്ലാവരെയും കൂടെ ചിരിപ്പിക്കാൻ പറ്റുന്ന ആക്ടർ ബിബിൻ ജോർജ് ആണ്. വെൽക്കം സർ. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ സാറിന്റെ പുതിയ വിശേഷങ്ങൾ? എന്താണ് തന്റെ വിശേഷങ്ങൾ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഇന്റർവ്യൂ ആണ്? അതെ, ഇത് പറയണായിരുന്നു. അത് അതുകൊണ്ട് നോ ടെൻഷൻ, കൂളായിട്ട് ചോദിക്കും. എനിക്ക് തന്നെ കണ്ടിട്ട് ടെൻഷൻ ആവുന്നു. എന്നെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു പ്രശ്നം മാത്രം, കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും, സെറ്റ് ആവും. പിന്നെ ധൈര്യമായിട്ട് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അത് ശരി, പറ എന്താണ്? ഭയങ്കര പ്ലസന്റ് ഫേസ് ആണ് എപ്പോഴും. അതെ, എന്താ അങ്ങനെ? പണ്ട് കുറെ കരഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് പ്ലസന്റ് ആയിട്ട്. അതിപ്പോ നമ്മളെല്ലാരും എല്ലാരും കരയുമല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനൊന്നും ഇല്ലല്ലോ, എല്ലാരും കരയും, വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യാസമായിരിക്കില്ലേ അല്ലേ? ശരിയാണ്. എന്നാലും ശരിയാ, താൻ പറഞ്ഞത് ശരിയാണ്. ഓരോരുത്തർക്ക് അവനവന്റെ വിഷമവും വേദനയൊക്കെ അല്ലേ വലുതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ താൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ആ ഒരു വിഷമവും വേദനയൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെതായ രീതിക്ക് വിട്ടിട്ട് എപ്പോഴും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാൻ പ്രശ്നമില്ല. അതാണെന്ന് തോന്നുന്നു സാർ ഇങ്ങനെ എത്രയും പ്ലസന്റ് ആയിട്ടിരിക്കാനുള്ള. ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കും അതാണ് ഇഷ്ടം, എപ്പോഴും ഇങ്ങനെ ഒരു പ്ലസന്റ് ഫേസിൽ എല്ലാവരുടെയും മുമ്പിൽ ഫേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ എന്തെങ്കിലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മുഖം മാറുന്ന മുഖമാണ്. എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പം ഞാൻ പ്ലസൻ്റ് ആയതുകൊണ്ടാണ് പ്ലസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, മനസ്സിലായോ? ഇപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു ബാഡ് ആയിട്ടുള്ള കാര്യം ഡാർക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖത്ത് കാണും. ഒരാളോട് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് മുഖത്ത് കാണും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ആ നിമിഷത്തെ വഴക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു പിണക്കമായിരിക്കും. പക്ഷേ മുഖത്തറിയാവുന്നതുകൊണ്ട് എല്ലാവരും വന്നിട്ട് എന്തു തെറ്റിയും ചോദിക്കും. എനിക്ക് അതിനെ മറിക്കാനുള്ള അത്ര നല്ല നടനല്ലേ. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ, എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അമ്മമാരുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണ്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്, എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന. അപ്പോൾ എല്ലാ ആൾക്കാർക്കും പറയുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സാറ്. അപ്പം പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും എന്താണ് അതിനൊരു ഇങ്ങനെ? എനിക്ക് സിനിമയിലൂടെയുള്ള എൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ യമണ്ടം പ്രേമകഥയും റോൾ മോഡലൊക്കെ ചെയ്തിട്ടൊരു വില്ലൻ ഇമേജാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ബോംബ് കഥയും മാർഗംകളിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ എഴുതിയ പടങ്ങൾ ഹ്യൂമറാണെന്നേ ഉള്ളൂ. ഞാൻ ഫുൾ ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ പടം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടില്ല. സത്യത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. പക്ഷേ ഈ വില്ലൻ ഇമേജാണ് കൂടുതൽ കിടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങളിലേക്കൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടമോ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അമ്മമാർ, താൻ പറഞ്ഞ കറക്റ്റ്, അമ്മമാർക്കാണ് കൂടുതൽ സ്നേഹം എന്നോട് കാണിക്കാറുള്ളത്. അതെനിക്ക് തോന്നുന്നത് ഈ ബമ്പർ ചിരിയിൽ എനിക്ക് വന്നതിന് ശേഷമാണ് നേരെ എൻ്റെ ഇമേജ് മാറി മറിഞ്ഞ പോലത്തെ ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്യാറ്. വില്ലനായിട്ടാണ് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിൽ പോലും കൂടുതൽ ക്യാരക്ടർ അല്ലടോ ചെയ്ത ക്യാരക്ടർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പൊ ഹീറോ പടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. പക്ഷെ യമണ്ടലിലെ വില്ലനൊക്കെയാണ് ആളുകളുടെ ഉള്ളിലുള്ളത്. ആണെങ്കിൽ പോലും ആ ഒരു പടത്തിന്റെ ഓവറോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമർ ഇതാണ്. അതെ അതെ. അപ്പൊ ആൾക്കാരിലേക്ക് എത്തുന്നത് ഹ്യൂമർ ആണ്. ബട്ട് വില്ലൻ ആണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പൊ എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ചിത്ര ചേച്ചിനെ കണ്ടായിരുന്നേ. അപ്പൊ ചിത്ര ചേച്ചിയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ ചിത്ര ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ആള് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, എനിക്ക് എപ്പോഴും മറ്റേ ആ പൂച്ചക്കണ്ണം വെച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ഇമേജുകൾ കിടക്കുമല്ലോ നമ്മള് വില്ലൻ റോള് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതാണ്, പരിചയപ്പെടുന്നതിന് മുമ്പ് വേറെന്തൊക്കെയോ വിചാരിക്കുക എല്ലാവരും. സിനിമയിലേക്ക് വരാനായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതെന്താ, പണ്ട് കുഞ്ഞിലെ മുതലേ സിനിമയിലേക്ക് ഒരു നടനാവണം തന്നെയായിരുന്നു ആഗ്രഹം. നടനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ എഴുത്തും പരിപാടികളും മിമിക്രിയും പാട്ടൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുമായിരുന്നു. അത് സിനിമയിലേക്ക് ബ്രിഡ്ജാണ് എൻ്റെ
ബാക്കിയെല്ലാം. ആക്ച്വലി ആക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് ബാക്കിയെല്ലാം. സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടീച്ചർ ആയിരുന്നല്ലോ. സിനിമയിൽ മുന്നിൽ അല്ല, ഞാൻ റൈറ്ററായിരുന്നു. ഞാൻ എൻ്റെ 16 വയസ്സ് മുതൽ ടെലിവിഷൻ ചാനലിൽ എഴുത്തായിരുന്നു. കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാം ഏഷ്യനെറ്റിൽ മുതൽ ഏഷ്യനെറ്റിലെ ബഡായി ബംഗ്ലാവ് വരെ ഞാൻ എഴുതിയ. ബഡായി ബംഗ്ലാവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നല്ലോ പണ്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇരുന്ന് കാണുമായിരുന്നു. അതെ അതെ അതെ. അപ്പം അത് എഴുതിക്കൊണ്ടിരുന്ന ഞാനാണ്. സൂര്യ ടി വിയിൽ ഇഷ്ടംപോലെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അധ്യാപനമാകാൻ പഠിക്കുകയും ഒരു സൈഡിൽ കൂടി അങ്ങനെ പോയെന്നേ ഉള്ളൂ. എൻ്റെ അന്നൊന്നും എൻ്റെ കഞ്ഞി എന്ന് പറയണത് എഴുത്തായിരുന്നു. ഫസ്റ്റായിട്ട് ഫിലിമിന് വേണ്ടിയിട്ട് എഴുതിയ ആ ഒരു ഫിലിം, അത് ആ ഒരു സ്ക്രിപ്റ്റ് സിനിമ ആയപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ ചെയ്തത്? സ്ക്രിപ്റ്റ് സിനിമയാവുന്നതിന് മുമ്പേടോ നമ്മൾ എഴുതിയ ഡയലോഗുകളൊക്കെ നമ്മളെ ഏറ്റവും സ്നേഹിച്ചിരുന്ന രാജുവേട്ടനും ജയേട്ടനും ഇന്ദ്രേട്ടനൊക്കെ പറയുമല്ലോ, അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പറയുമല്ലോ, സീൻ എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതിന്. കാരണം നമ്മൾ എഴുതിയ സാധനം വേറൊരു വലിയ നടന്മാരിലൂടെ അവരുടെ വെർബലി ഡയലോഗിലൂടെ പിന്നെ ക്യാരക്ടർ ജീവൻ വെക്കുന്നത് ഒക്കെ കാണാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ പാത്തുല്ല അമരബ്രന്നുള്ള കുട്ടി, അവൾ മരിക്കുന്ന ദിവസം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് എഴുത്തുകാരെന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ മരിച്ചു, ആ കുട്ടി കാണേ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാനിങ്ങനെ ഇരുന്ന് നമുക്കിരുന്ന് കരഞ്ഞിട്ട് 3-4 ദിവസം പിന്നെ പേന എടുത്തിട്ടില്ല. ശരി, അല്ലെങ്കിൽ കാണുന്നതിനെക്കാട്ടിലും വായിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞു. എഴുതുമ്പോ നമ്മളതെല്ലാം സഫർ ചെയ്ത് പോകുന്ന പറയണേ. ആ ഫീലിങ്സിലൂടെ നമ്മൾ സഫർ ചെയ്താലല്ലേ നിങ്ങൾക്കും അത് കിട്ടുള്ളൂ. ഈ എഴുതുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നില്ല, അപ്പം എന്തെങ്കിലും റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ്. എൻ്റെ വിഷ്ണുവിൻ്റെയും ജീവിതാനുഭവം കൂടി എന്നുള്ള ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അനുഭവങ്ങളല്ല ഉള്ളത്. ആ അനുഭവങ്ങളിൽ നിന്നുള്ള കഥകളാണ് ഇതുവരെ എഴുതിയിട്ടുള്ളൂ. അപ്പം കുറെയൊക്കെ റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ്. അതെ അതെ അതെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു പൊടിപ്പെന്നെങ്കിലും ചേർക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലവനായ ഉണ്ണിയുടെ ക്യാരക്ടർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്യാമിനെ കളിയാക്കുന്ന സാധനമാണ്. അവൻ ഈ ഔചിത്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഷർവാണിയൊക്കെ ഇടുന്നതിന് കളിയാക്കിയതാണ്. അപ്പം അതിൽ പക്ഷേ ഞങ്ങൾ അതിൻ്റെ പീക്ക് എടുത്തു ആശുപത്രിയിലാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ അത് ക്രിയേറ്റീവ് ആക്കും. ഒരു അപ്കമിങ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് ഇപ്പോൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ പുതിയ പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു അഡ്വൈസ് പോലെ അല്ലെങ്കിൽ അഡ്വൈസ് അല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല എങ്ങനെ എഴുതണേന്നുള്ളത് കുറച്ചും കൂടി എനിക്ക് പറഞ്ഞു തന്നുള്ളത്. കാരണം പുതിയ പിള്ളേർക്കൊന്നും ഉപദേശിക്കേണ്ട കാര്യമില്ല, അവർ അത്രയും അഡ്വാൻസ്ഡ് ആണ്. കാരണം വളർന്നു വരുന്നത് ടെക്നോളജിയിലാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്. നമ്മൾ വന്ന് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മളൊരു സാധനം ഇറങ്ങി അത് കണ്ട് പഠിച്ച് സമയമെടുത്ത് അങ്ങനെയല്ലേ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത്. ഇത് നേരെ അതിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അവരത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ ചിന്തകളിലേക്ക് അവരെന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കുക, നമ്മൾ പഠിക്കുക എന്നല്ലാതെ നമുക്കൊരു ഉപദേശമില്ല അവരോട്. എങ്ങനെ ഉണ്ടായിരുന്നു മിമിക്രി ലൈഫൊക്കെ? അതാണല്ലോ നമ്മളെ പിടിച്ചു നിർത്തിയത്. ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണവും സിനിമയിലേക്ക് എത്തിക്കാനൊക്കെ കാരണം മിമിക്സ് തന്നെയാണ്. കുറച്ച് മിമിക്രി ഇവിടെ ചെയ്യാമോ? അയ്യോ, ശബ്ദം ഇപ്പം ഓൾറെഡി എൻ്റെ തൊണ്ട വേണ്ടിയിരിക്കില്ല. ശബ്ദമൊന്നും ഇപ്പം ഞാൻ ഇരിക്കാറില്ല സത്യത്തിൽ. അതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് സ്റ്റേജിൽ പോയിട്ട് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സത്യത്തിൽ. ഒന്ന് പിന്നെ പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലത്തെ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ടുകൾ ഇപ്പം എടുക്കുക. മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നതിന് ശേഷമേ നമ്മൾ ഈ പെർഫെക്ഷൻ കേട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഭയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വളരെ കുറവാണ്. എന്നുവെച്ചാൽ നേരത്തെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പം ഈ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഓടുക തൊണ്ടേന്ന് അത് പാട്ടായാലും പോകും. അത് ശരിയാ. പിന്നെ ഫാമിലി അമ്മ, 2 ചേച്ചിമാർ, 2 പേരും കല്യാണം കഴിഞ്ഞു. എനിക്കൊരു വൈഫ്, ഒരു കുഞ്ഞ് മിഴി എന്ന് പറഞ്ഞത്. സിനിമയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ? അവള് ഈ പാട്ടൊക്കെ കാണലുണ്ട്, സിനിമ കാണും. അച്ഛനെ ഈ സിനിമയിൽ കാണുമ്പോൾ അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. എൻ്റെ മറ്റേ ഈ ബാഡ് ബോയ്സിലെ പാട്ടില്ലേ, ആരംഭം തുളും, ആ പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും പുള്ളിക്കാരത്തി കണ്ടിട്ട്. അത്ര തന്നെ. കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങനെ കാണുമ്പോ അതുണ്ട്. അവളെന്താണ് ഞാൻ ചെയ്യണേന്നൊക്കെ ഉള്ളതിന്റെ ധാരണയുണ്ട്. നടനാണെന്നൊക്കെ ഉള്ള അറിയാം, ആക്ടർ എന്നൊക്കെ പറയും. സിനിമയെ വന്നിട്ട് ഒരു ഇമോഷണൽ ആയിട്ട് വന്നൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്താ? ഇല്ല, ഞാൻ ഇതിൽ ബാഡ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാൻ പാടില്ല. കാരണം നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരാളോട് ഒരു പരാതിയും ഇല്ല,
ഒന്നുമില്ല. എനിക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. എൻ്റെ പ്ലാനും ഇതുമല്ല. ഇനിയും നമ്മളൊരു കുഞ്ഞ് സ്റ്റെപ്പേ വെച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ വെക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എർത്തിനോട് ആണെങ്കിലും നമ്മുടെ ഭൂമിയിലോടാണെങ്കിലും നമുക്ക് കിട്ടിയതിൽ ഹാപ്പി ആയിട്ട് അതിന് നന്ദി പറഞ്ഞ് പ്ലസൻ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എന്തിനാണ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, മനുഷ്യനല്ലേ, കൺഫേമായിട്ട് ബാഡ് എക്സ്പീരിയൻസിൻ്റെ പീക്കൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ. അത് താൻ പറഞ്ഞ പോലെ തന്നെയാണ്. അത് മനുഷ്യരായ എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ. നബിക്ക് ഉണ്ടായിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് ഉണ്ടായിട്ടുണ്ട്, ബുദ്ധന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സൈഡിൽ എത്ര നല്ലത് ചെയ്താലും ഒരു സൈഡിൽ നമ്മളെ വെറുക്കാൻ ആളുണ്ടാവും. അപ്പോൾ അതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിട്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കാര്യവും പിന്നെ എപ്പോഴും നമുക്ക് താൻ ആലോചിക്കുക, എന്നെപ്പോലെ ഒരാൾക്ക് എനിക്ക് സ്വപ്നം കാണുന്നതിൻ്റെയൊക്കെ മുകളിലാണ് എനിക്ക് ദൈവം തന്നത്. പിന്നെ ഞാൻ അതിൽ എന്തിനാണ് കുഞ്ഞു കാര്യങ്ങൾക്ക് പരാതി പറയുന്നത്? ശരി, എല്ലാ നെഗറ്റീവ്സിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്നതാണല്ലോ എൻ്റെ ഒരു. ഫിലിമിൽ അഭിനയിക്കുമ്പം കൂടുതൽ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു പ്രിഫർ ചെയ്യുന്ന റോൾ ഏതാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ക്യാരക്ടർ റോളുകളായാലും നെഗറ്റീവ് റോളുകളായാലും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറേ ഇങ്ങനെ ക്യാരക്ടർ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹീറോ പടം വരണം. ഈ ഹീറോ പരിപാടി എന്നുള്ളത് എനിക്ക് പോവാണ്ടിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ ബാക്കിയൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളും ഇതാണല്ലോ പറ്റാത്തൊരു കാര്യം. അപ്പം അത് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ആക്ടിങ് അപ്രീസിയേഷൻ കിട്ടിയ ഏത് ആക്ടറിന്നാ? ഫഹദ് ഫാസിൽ. റോൾ മോഡൽസ്. ഞാൻ റോൾ മോഡൽസിൽ വില്ലനായിട്ട് ചെയ്തു. അതായത് ദിലീപേട്ടൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ഞാൻ ചെയ്തു. അപ്പോൾ ദിലീപേട്ടൻ നന്നായി എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് വലിയ മറക്കാനാവാത്തതാണ്. പക്ഷേ ഒരു നിങ്ങളിലൊരു തീ ഉണ്ട് എന്ന് പറഞ്ഞ ആൾ ഫഹദാണ്. റോൾ മോഡൽസിൽ ഫഹദിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? ഈ സപ്പോർട്ടിങ് ആയിരുന്നു. ഞാനും ഫഹദും ഫസ്റ്റ് ഡേ തന്നെ ഫൈറ്റാണ്. 3 ദിവസം എടുത്തിട്ടാണ് ഫൈറ്റ് തീർക്കുന്നത്. ആ ഫൈറ്റ് കാരണം ഈ ടൈമിംഗ് എന്ന് പറയുന്ന ഫൈറ്റിലെ ഏറ്റവും കൂടുതൽ ടൈമിങ്ങാണ് പ്രധാനം. നമ്മൾ തല്ലുന്നുണ്ടെങ്കിലും തല്ലിയ പോലെ ഫീൽ ചെയ്യും, എന്നാൽ അയാളുടെ മുഖത്ത് അല്ലെങ്കിൽ മുഖത്ത് കൊള്ളരുത് എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ എന്തോ ആ സമയത്ത് പുള്ളി എൻ്റെ ഒരു 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായപ്പോൾ എന്നോടെന്ന് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നിലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ബാലൻസിൻ്റെ പ്രശ്നം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തവണ തെറ്റി, അത് അടുത്ത തവണ പറഞ്ഞു തന്നാലും അത് ശരിയാവണമെന്നൊരു നിർബന്ധമില്ല. ആ സമയത്ത് എൻ്റെ ബാലൻസ് പോലെ ഇരിക്കും ശരിയാവില്ല. അത് ഞാൻ എപ്പോഴും പറയില്ലായിരുന്നു. ഡാൻസും അങ്ങനെ തന്നെ. എല്ലാവരും നോർമലി ഇപ്പം താനിങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ തനിക്കങ്ങനെ നടക്കാൻ വരുമല്ലോ, റീടേക്കിൽ തനിക്ക് പറ്റുമല്ലോ, തൻ്റെ ബ്രെയിനും ഒക്കെ. എൻ്റെ കയ്യിൽ അങ്ങനെ നിർബന്ധമില്ല. ആ സമയത്ത് ശരിയായി അത്രേ ഉള്ളൂ. നമുക്ക് ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. കോമഡി ഓർ ത്രില്ലർ? കോമഡി. റൈറ്റിംഗ് ഓർ ആക്ടിംഗ്? ആക്ടിംഗ്. DQ ഓർ മമ്മൂട്ടി? മമ്മൂട്ടി. ടീ ഓർ ഷവർമ? ഷവർമ. കോഫി വിത്ത് എ കോ സ്റ്റാർ ഓർ ചായ വിത്ത് എ ഡയറക്ടർ? ചായ വിത്ത് എ ഡയറക്ടർ. എന്താ? I love chaya and I love directors. Behind the cam or in front of the cam? In front of the cam. Solo travel or vacation with friends? Vacation with friends. Favorite character? ഏതിൽ? ഇതുവരെ ചെയ്തതിൽ? ഞാൻ അഭിനയിച്ചതിൽ ഫസ്റ്റ് ബോംബ് കഥ തന്നെ ആയിരിക്കും. Why the first movie as a hero? അതാണ്. As a hero first movie ബോംബ് കഥ. There are actually 100 days. സ്പെഷ്യൽ തന്നെയാണ് വിത്ത് ഷാഫി സാർ. അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അതായിരിക്കുമല്ലോ. ഫസ്റ്റ് ലവ്, ഫസ്റ്റ് ഇത് എല്ലാം സ്പെഷ്യലാണ്. ബെസ്റ്റ് ഫുഡ് സ്പോട്ട്? എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും ഒന്ന് നമ്മൾ ഇപ്പോൾ ഇത്തിരി ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞൊന്ന് ഫ്രീ ആവാനായിട്ട് എനിക്ക് ഏഴിക്കരയിലെ പുട്ടുകട ഭയങ്കര ഇഷ്ടമാണ്. ഏഴിക്കരയിൽ പോയിട്ടുണ്ട്. പുട്ടും കട്ടിപ്പരിപ്പും യമണ്ടം പ്രേമത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാനും വിഷ്ണു കൂടി എഴുതിയിട്ടുണ്ട്. പുട്ടും കട്ടിപ്പരിപ്പും മുട്ട റോസ്റ്റും. അത് കായലിൻ്റെ തീരത്താണ്. നല്ല വ്യൂ ആയിരിക്കും. ഒടുക്കത്തെ വ്യൂ. ഒരു 4 മണി 4:30-5 മണിയൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ സൺസെറ്റ്. ഈ താറാമുട്ടയും ഇങ്ങനെ ചോന്നിരിക്കും, സൂര്യനും ചോന്നിരിക്കും. അത് കൊള്ളാലോ. ഏഴിക്കര പുട്ടുകട. അവിടെ ഒന്ന് പോകണം. 4:30 കട അടിച്ചു കൊടുത്താൽ മതി. ഓൾ ടൈം ഫേവറേറ്റ് ഫുഡ്? ഇടിയപ്പം മീൻകറി. എന്നും എല്ലാ ദിവസവും ഞാൻ ഇടിയപ്പം കഴിക്കും. ട്രാവൽ സ്പോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള? ദുബായിയാണ്. ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അതിന് കാരണം. എനിക്കെപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ
ഇപ്പോൾ ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ വൈഡായിട്ടുള്ള ഫ്രണ്ട്സ്, വൈഡായിട്ടുള്ള ക്യാമ്പസ്. അത് കഴിഞ്ഞ് ഞാൻ ഹിന്ദി പ്രചാര സഭയിലെ ചെറിയൊരു സ്ഥലത്തേക്കാണ് പോയത്. എനിക്ക് ഭയങ്കര സഫക്കേറ്റഡായി, എന്നാൽ ഭയങ്കര വീർപ്പൂട്ടണ പോലെ ഫീൽ ചെയ്ത് എനിക്ക് അവിടെ. കാരണം വലിയൊരു ക്യാമ്പസിൽ നിന്ന് നേരെ ഇതിലേക്ക്. പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടുത്തെ ഫ്രണ്ട്സായിട്ട് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാമ്പസും ഇതൊന്നുമല്ല, ആ സൗഹൃദമാണ് നമ്മളെ എപ്പോഴും ഹാപ്പി ആക്കി നിർത്തുന്നത്. അപ്പോൾ പിന്നെ അവിടെ നല്ല സൗഹൃദമായി. അപ്പോൾ അതേപോലെ തന്നെയാണ് ദുബായിൽ എനിക്കുള്ള ഒരു 3 കൂട്ടുകാരുണ്ട്. അതായത് ഷാജൻ ഭായ് എന്ന് പറയുന്ന ഷാജൻ, പിന്നെ അതുപോലെ നൗഷാദ് ഖ, പിന്നെ ആര്യ ട്രാവൽസിൻ്റെ മുതലാളി ഷെഫ്രി. ഇവർ 3 പേര് എൻ്റെ ദുബായിലെ ചങ്കുകളാണ്. ഷെഫ്രി ഇവിടെ തന്നെ ഉള്ളതാണ്, എന്നാൽ പോലും ഞാൻ ദുബായിക്ക് വേണമെന്ന് പറഞ്ഞാൽ നേരെ ടിക്കറ്റ് എടുത്ത് വരും എൻ്റെ കൂടെ. അതുകൊണ്ട് ആ സൗഹൃദവും അവരായിട്ട് നിൽക്കാനും എനിക്ക് ഫ്രണ്ട്സ് ആണ്. നമ്മൾ അവിടെ ഉള്ള ഉണ്ടാവുന്ന ഒരു ഫാമിലി ആണല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് പിന്നെ ഞാനൊരു സെലിബ്രിറ്റിയും അല്ല. കാരണം ഞാൻ സെലിബ്രിറ്റി ഞാൻ കട്ടപ്പുറത്ത് റോഷൻ്റെ സമയത്ത് പരിചയപ്പെട്ടാണ് ഇവരെയൊക്കെ. അപ്പോൾ ഞാനൊരു റൈറ്ററായി നിൽക്കുമ്പോൾ മുതൽ കൂട്ടുകയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ചില ആളുകൾ നമ്മളെ സെലിബ്രിറ്റി ആയിക്കഴിയുമ്പോൾ വരുന്ന സൗഹൃദങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. ഇതല്ലാത്ത സൗഹൃദം നമ്മുടെ വളർച്ചയൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. ഇപ്പോഴും ഞാൻ നന്നാവണമെന്ന് മനസ്സോട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലുള്ള കുറച്ച് പേര്. അതെ, നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇമോഷണലി എന്തെങ്കിലും നമുക്കൊരു വീക്ക് പോയിന്റ് എന്തെങ്കിലും ആവശ്യം നമുക്ക് പെട്ടെന്ന് ഒരാളോട് സംസാരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വിളിച്ചാൽ എടുക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട്. നേരത്തെ സത്യം പറഞ്ഞാൽ ഞാനൊരു മറ്റേ ഗ്യാങ്സ്റ്റർ പോലെയായിരുന്നു. കാരണം അത്രയും സുഹൃത്തുക്കളും എൻ്റെ വേറെ പരിചയമുള്ളവർ പറയും അവന് 1 കോടി ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടെന്ന്. 1 കോടിയോ? വെറുതെ കളിയാക്കി പറയുമായിരുന്നു. പക്ഷെ നമ്മളുടെ കാലം പിന്നീട് നമ്മൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടെന്ന് നമ്മൾക്കുള്ള തോന്നലാണ്. നമുക്ക് അവരിഷ്ടമായതുകൊണ്ട് അങ്ങനെ തോന്നലാണ്. പിന്നീട് നമ്മൾ വളരെ സ്നേഹത്തിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ, ഇമോഷണലി പറഞ്ഞ കാര്യങ്ങൾ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും തെറ്റുകളും ഒക്കെ നമ്മൾ വേറെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അവർ നല്ല കൂട്ടുകാരാന്നൊക്കെ കരുതിയിട്ട്. പിന്നീട് അതെല്ലാം ഇവരൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ അതൊക്കെ ഇവർ മറ്റുള്ളവരോട് പറയുകയും, മനസ്സിലായില്ലേ? അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ മാത്രമല്ല, എല്ലാ ആണുങ്ങളും പെണ്ണുകുട്ടികളും ഒക്കെ നേരിടുന്ന ഒരു സെയിം പ്രശ്നമാണിത്. കാരണം നമ്മൾ അത്രയും സ്നേഹത്തിൽ ചങ്കായിട്ട് പറയുന്ന ആളുകളായിരുന്നു. ശരിക്കുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്തു. പക്ഷേ പിരിഞ്ഞു പോയാൽ പോലും ഇല്ല, അത് അവൻ എന്നോട് അന്ന് വിശ്വസിച്ച് പറഞ്ഞാണ്, പറയരുത്, അതവന് മോശമാണെന്ന്. നല്ലത് വിചാരിക്കുന്നവരൊരിക്കലും പറയൂലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോൾ ഒരു 3-4 പേരുണ്ട്. അതായത് ഇപ്പോൾ ജോഷി ആനന്ദ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഷിനിൽ ചിറ്റൂർ, രവി ഇപ്പോൾ ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. എൻ്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് കോളിൽ വിളിക്കാൻ പറ്റിയ ആളുകളൊക്കെ, എന്തെങ്കിലും കരഞ്ഞിട്ടാണെങ്കിൽ പോലും വിളിക്കാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഇവരൊക്കെയാണ്. റോണി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അവനെപ്പോലെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ലോകത്തില്ല. അതായത് ഓരോ സെക്കൻഡ് മനസ്സിലാക്കാന്ന് പറയില്ലേ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ മതി. എനിക്കിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ചെറുതായിട്ട്. എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും, നീ ഇങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വേറെ ആർക്കും പറ്റൂല, എങ്ങനെ ഇത്ര ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം? ഞാനും അങ്ങനെ തന്നെയാടോ. അത് പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഒരു വാക്കാലോ, നമ്മളുടെ ഭാഗത്തെല്ലാം ശരിയാണെന്നല്ല, 100% നമ്മളുടെ ഭാഗത്തും തെറ്റുണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്കാലോ ഒക്കെ എടുത്തിട്ടേ ഇവരെടുക്കുന്ന രീതി ടക്കെന്ന് പറഞ്ഞ് നമ്മളെ കട്ട് ചെയ്ത് പോവുക. അതോടുകൂടി നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. നമ്മൾ വിചാരിച്ചിട്ടില്ല അവരങ്ങനെ പോകുന്നു. നമ്മൾ അവരുടെ കാര്യങ്ങൾ ക്ഷമിച്ച പോലെ നമ്മുടെ കാര്യം അവർ വിചാരിക്കും, പക്ഷെ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ഒരു ഇതിൽ കണ്ടെത്തുക. ഏത് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു താഹ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് എനിക്ക്. നാഷികയുടെ കൂടെ 10-15 കൊല്ലം മാനേജറായിട്ടൊക്കെ നിന്ന ആളാണ്, ഡ്രൈവറായിരുന്നു. ഞാനൊക്കെ എൻ്റെ ദേഷ്യം, ഞാൻ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന ആളാണ്. എൻ്റെ ദേഷ്യത്തിനൊക്കെ ഞാൻ എന്തൊക്കെ പറയുമെന്ന് പറയും. എന്നാൽ ഇത്രയും കൊല്ലമായിട്ട് പുള്ളിയൊന്നും പോവുകയില്ല. കാരണം ബിബി അത് ചിലപ്പോൾ എൻ്റെ കാലിൻ്റെ പെയിൻ കൊണ്ട് പറയണമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഫുൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ദേഷ്യം അറിയാമല്ലോ, ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ, അതിൻ്റെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എത്ര എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന, എന്നാൽ അയാൾക്കൊന്നും എന്നെ കൊണ്ട് വേറെ ഗുണമൊന്നും ഇല്ലെന്ന് തന്നെ. അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെയാണ് നമ്മളെ ടച്ച് വിട്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാല്.
അതെ. ഈ സോഷ്യൽ മീഡിയ ട്രോൾസും കാര്യങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? ഇതുവരെ അങ്ങനെ ഒരു ഏറിപ്പോണ്ട അവസ്ഥ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആകെ ഉണ്ടാകുന്നത് മറ്റേ വെടിക്കെട്ടിൻ്റെ സമയത്ത് അശ്വന്ത് കുക്ക് എന്ന് പറയുന്ന റിവ്യൂവർ എന്നെ പറ്റി ഇങ്ങനെ ഇത് പറഞ്ഞത്. പക്ഷേ ഇപ്പം അന്ന് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. കാരണം സിനിമ അന്ന് ആ സമയത്തൊന്ന് വെടിക്കെട്ട് ഇപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ട പടമാണ്. പക്ഷെ അന്ന് അത് തിയേറ്ററിൽ നന്നായി പോയില്ല ഞങ്ങളുടെ സമയത്ത്. അന്ന് അശ്വന്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിനൊക്കെ തോന്നിയിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് അയാളുടെ ജോലിയാണ്. നമ്മൾ സിനിമ അല്ല നെഗറ്റീവ് പറയണ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ സിനിമ ചെയ്യുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടല്ലോ. അയാളുടെ ജോലിയാണ് ചെയ്തത്. എനിക്കിപ്പോൾ അയാളോട് അതുകൊണ്ടൊരു വിഷമവും പരാതിയില്ല, ഒന്നുമില്ല. കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഞാൻ തകർന്നു പോയി. അതിപ്പോൾ അന്നത്തെ സമയം അതൊക്കെ കഴിഞ്ഞു. ഇപ്പം 2-2.5 കൊല്ലമായില്ലേ, അതൊക്കെ കൂളായി. പിന്നെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതല്ലാതെ, എഴുത്തുകാരൻ എന്ന് വെച്ചാൽ അപ്ഡേഷൻ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതെ ഞാൻ വേറെ രീതിയിലൊന്നും ഇത് അപ്ഡേറ്റ് അല്ല ഒരു കാര്യത്തിലും. എന്ന് വെച്ചാൽ കമൻസ് വായിക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെസ്സഞ്ചറിലൊക്കെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ വായിക്കും എന്നല്ലാണ്ട് കമൻസ് വായിക്കാണ്ടിരുന്നപ്പോൾ തന്നെ സ്ട്രെസ് ഒഴിഞ്ഞു. ഇൻഫ്ലുവൻസസ് ഇങ്ങനെ ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു നല്ല സിനിമ, വിജയിക്കേണ്ട ഒരു സിനിമ അല്ലെങ്കിൽ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടൊരു പടമാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് അതിനെ തകർക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എത്ര മോശം സിനിമ വന്നിട്ടും എത്ര ഉള്ള ടീമാണെങ്കിലും അവരെ ഉയർത്താനും പറ്റില്ല. അവരവരുടെ ഒരു വൃത്തിയായിട്ടൊരു ജോലി ചെയ്യുന്നു, അവരുടെ ജീവിത വരുമാനം അതാണ്, അതവർ ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളതിൻ്റെ ഒപ്പം പൊരുതി മുന്നോട്ട് പോകാമെന്ന് പറയാം. കാലം അങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചുകൊണ്ട് പ്രതിസന്ധികൾ നമ്മളുണ്ടാവും. അപ്പോൾ അർഹതയുള്ളവരെ അതിജീവിക്കലാണ് ജീവിതം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ നമുക്ക് പരാതി വന്നിട്ട് കാര്യമില്ല അവരോട്. അപ്പം ഞാൻ പറയുന്നത് അവരുടെ ജോലിയാണ്, അവരുടെ ഒരു വർക്കാണെന്നുള്ള രീതി കണ്ട് അങ്ങോട്ട് വിടുക എന്നുള്ളതേ ഉള്ളൂ അതിൽ. അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടോ, ഞാൻ പറഞ്ഞ ആളാണ്, എനിക്കന്ന് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ബോധം വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളതിൻ്റെ ഒപ്പം പൊരുതി മുന്നോട്ട് പോകാമെന്ന് പറയാം. കാലം അങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചുകൊണ്ട് പ്രതിസന്ധികൾ നമ്മളുണ്ടാവും. അപ്പോൾ അർഹതയുള്ളവരെ അതിജീവിക്കലാണ് ജീവിതം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ നമുക്ക് പരാതി വന്നിട്ട് കാര്യമില്ല അവരോട്. അപ്പം ഞാൻ പറയുന്നത് അവരുടെ ജോലിയാണ്, അവരുടെ ഒരു വർക്കാണെന്നുള്ള രീതി കണ്ട് അങ്ങോട്ട് വിടുക എന്നുള്ളതേ ഉള്ളൂ അതിൽ. അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടോ, ഞാൻ പറഞ്ഞ ആളാണ്, എനിക്കന്ന് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ബോധം വന്നിട്ടുണ്ട്. അമർ അക്ബർ ആന്റണി 2 അപ്ഡേറ്റ് എന്തെങ്കിലും? ഒന്നുമില്ല, വെറുതെ ഒരു കഥ റെഡി ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതിങ്ങനെ വരും, വേറെ പരിപാടികൾ വരും. അമർ അക്ബർ ആന്റണി 2 സെറ്റാവും ആയിരിക്കും. പക്ഷെ അതിന് മുമ്പ് ഞങ്ങളുടെ സിനിമ 1-2 വരും. വേറെ എഴുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഹീറോസിൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി നിൽക്കുന്നു. പുതിയ ഇനി വരാൻ പോകുന്നത് ഏതാ? അപ്പോൾ ഇനിയിപ്പോൾ കൂടൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഇനി വരാൻ പോകുന്നത്. ജൂൺ 20 അത് റിലീസാണ്. അതിലൊരു പാട്ടിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, കൂടൽ. താനാ യൂട്യൂബ് എടുത്തേ ഒന്ന് വെച്ചേ. ഞാൻ തന്നെ പാടിയത്. കേട്ടോക്കെ രസമുണ്ടാന്ന് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രസമുണ്ട്, കേട്ടിരിക്കാൻ പറ്റിയ ഒരു. അപ്പോൾ അത് സ്റ്റോറി ഇടണം, പാടാം. അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ, കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും മെൻ്റെ ചാരെ വന്നിടില്ലേ, അരമണിയിലിങ്ങണ പുഞ്ചിരിയാലെ കൊഞ്ചിടുന്ന പെണ്ണേ, കിലുകിലകിലുങ്ങണ കാൽക്കൊലുസാലെ കള്ളനോട്ടമെന്തേ, നെഞ്ചിൽ തുടിത്താളമേളം
കാട്ടുമുല്ലപ്പൂവേ ഇന്നീരാവിലൊന്നു ചേര മാരിവില്ലിനഴകേ അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ മെല്ലെയൊന്നു പുൽകാൻ വണ്ട കൂടെ വന്നതല്ലേ. അപ്പം ജൂൺ 20 ഇറങ്ങാൻ പോകുന്ന കൂടൽ എന്ന് പറഞ്ഞ സെറ്റിന് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആ ഒരു സെറ്റിനെ കൂടൽ എന്നുള്ളത് എന്താന്ന് മനസ്സിലായത് എനിക്ക്. കൂടൽ എന്താണ് കൂടൽ? എല്ലാരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടൽ. അത് തന്നെ, അതായത് എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദർ. അത് തന്നെ. അപ്പോൾ ആ കൂടൽ എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പിംഗ് മൂവിയാണ്, ക്യാമ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകൾ അത് തന്നെ അതാണ് സബ്ജക്റ്റ് ആ പടത്തിന്റെ. അതിനെ സംബന്ധിച്ച ഒരു കഥയും കാര്യങ്ങളുമാണ് ആ പടം. ഒരു ഫാമിലി ഫീൽ ഗുഡ് അല്ല, ഇതിലൊരു 7-8 പാട്ടുണ്ട്. ആ പാട്ടിലൂടെ പോകുന്ന ഒരു ജേണി, ലവ് സ്റ്റോറി, ഒരു ത്രില്ലർ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കഥയാണ് കൂടുതൽ. അതിൻ്റെ ഡയറക്ടർ ഷാനു കക്കൂർ, ഷാഫി എപ്പിക്കാട് 2 പേരാണ്. പിന്നെ ക്യാമറ ഷെജീർ പപ്പ എന്ന് പറയുന്ന ആളാണ്. ക്യാമറ നല്ല രസമായിട്ടില്ലേ, പിന്നെ അതിലാരാണ്, ഇതൊക്കെയാണ്. പിന്നെ നായികമാരൊരു 4 പേരുണ്ട്. റിയ, നിയ, അനുസിത്താരയുടെ അനിയത്തി അനുസോനാര, മറീന മൈക്കിൾ. ഇവർ 4 പേരാണ് ഹീറോയിൻസ്. പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട് പടത്തിൽ. അഖിൽ ഷായൊക്കെ അഖിൽ ഷായൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട് അതിൽ. അപ്പോൾ ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും, ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും കൂടൽ. അപ്പം ജൂൺ 20 കൂടൽ റിലീസ്. അപ്പം എല്ലാവരും ആ സിനിമ ഇറങ്ങുമ്പോൾ പോയി കാണുക. അപ്പോൾ പാട്ട് റിലീസായിട്ടുണ്ട്, എല്ലാവരും സോങ് യൂട്യൂബിൽ എടുത്ത് കാണണം. അപ്പം അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? അപ്പോൾ ദുൽഖറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താണ്, എനിക്ക് ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഭയങ്കര കോപ്പറേറ്റീവാണ്, നല്ല കൂട്ടുകാരനായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള, ഞാൻ ഇടയ്ക്കൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിയുണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഇത്തിരി കുറേ ആളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, പക്ഷേ നല്ല ഫ്രണ്ടാണ്. പിന്നെ AR റഹ്മാൻ്റെ ഇൻസിഡൻറ്റ്, ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഇതെന്തായിരുന്നു, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു AR റഹ്മാൻ്റെ, അതായത് റഹ്മാൻ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. എല്ലാവർക്കും ഭയങ്കര അത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ സ്റ്റേജിൽ കയറിയത് ഇസ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. എവർ അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഇനി വരണമെങ്കിൽ ഞാൻ രജനി സാറായിട്ട് ഒരു ഫോട്ടോ ഇടണമെങ്കിൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണോ? ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. വെറുതെ ഒരു ഫോട്ടോ ഒക്കെ നിന്നാൽ മതി, എൻ്റെ ജീവിതം ധന്യമായെന്ന് വിചാരിക്കുന്ന ആളെ. ചെറിയ കുറച്ച് ആഗ്രഹങ്ങൾ, പക്ഷെ ഇതൊക്കെ നമുക്ക് ഇത് നടത്തിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം ജയിലർ 2 നസീർക്ക് അഭിനയിക്കുന്നുണ്ട്. ശരിക്കും നസീർക്കനോടൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ എൻട്രി ചെയ്യിക്കായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചെല്ലണം. അതാണല്ലോ അതാണ് എൻ്റെ അപ്പോഴാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അതാണ്. നേരത്തെ വർക്ക് ചെയ്തിരുന്ന കൊച്ചിൻ ഹോളിവുഡ് ട്രൂപ്പിനെ പറ്റിയിട്ട് എന്താ പറയാനുണ്ട്? കൊച്ചിൻ ഹോളിവുഡ് അനീഷ് നായരമ്പലം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ 2 പേരുടെ ട്രൂപ്പാണ്. അതിൽ മിമിക്സ് പരേഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ, വലിയൊരു മെഗാ ഷോ. അതിൽ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം ആ കാലത്ത് ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്ത ടീമാണ്. അതാണ് കൊച്ചിൻ ഹോളിവുഡ്. ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ചേട്ടൻ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്? അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാനും വിഷ്ണുവും ഈ പറഞ്ഞ ഞങ്ങൾക്ക് അവിടെയൊക്കെയാണ് മിമിക്രിക്കാരെന്നുള്ളൊരു ഗുണം കിട്ടിയത്. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ ഞങ്ങൾ അവരുടെ വോയിസ് മോഡുലേഷനിലാണ് വായിക്കൽ. ഞങ്ങൾ രാജുവേട്ടനോട് ആ സ്റ്റൈലിലാണ് വായിച്ചത്, ജയേട്ടനോട് ആ സ്റ്റൈലാണ് വായിച്ചത്, സലീമേട്ടനോട് ആ സ്റ്റൈലിലാണ് വായിച്ചത്. അപ്പോൾ ആ സ്റ്റാറിൻ്റെ ഒരു മിനിയേച്ചർ സ്റ്റൈലിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടും അവർക്ക്. ചില നടന്മാർക്ക് അത് ഇഷ്ടമാവില്ല, അതെനിക്കറിയില്ല. പക്ഷേ ചിലർക്ക് ഭയങ്കരമായിട്ട് വെരി എൻജോയ്, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സെറ്റ് ഏതായിരുന്നു? അത് ബോംബ് കഥയാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇത്. കാരണം ഞാൻ 43 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 43 ദിവസവും
സന്തോഷമായിട്ടിരുന്നത് ഷാഫി സാർ എന്ന് പറയുന്ന ഒരു വലിയ ലെജൻഡ് എന്നെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റമാണ് എന്നിപ്പോൾ ഒരു നടനായിട്ട് ഇവിടെ നിർത്തുന്നത്. അതൊരു ചെറിയ ചങ്കൂറ്റമല്ല. പിന്നെ ബാഡ് ബോയ്സൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം റഹ്മാനിക്കായിട്ട് ഉണ്ടായ സൗഹൃദമൊക്കെ എനിക്ക് റഹ്മാനിക്ക, സെന്തിൽ, ആൻസം പോൾ അവരൊക്കെ ആയിട്ടുള്ള ബാഡ് ബോയ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. ഈച്ച് ആൻഡ് എവരി സീൻ. ലൈഫിൽ ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള വലിയൊരു കാര്യം ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഒന്ന് ഈ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ഈ സ്നേഹിച്ച കൂട്ടുകാരൊക്കെ ആയിട്ട് അവരായിട്ട് മാത്രം ഒരു യാത്ര പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ആ സമയത്ത് ഞാൻ എപ്പോഴും ഡയറ്റായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഭക്ഷണം ഈ പറഞ്ഞ പോലെ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല, ഒന്നും കഴിക്കലുണ്ടാവില്ല. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ സ്മോളാണെങ്കിൽ പോലും നമ്മൾ ഫങ്ഷനലിയാണ് നമ്മളെപ്പോഴും കഴിക്കലൊക്കെ. ക്രിസ്മസ്, വിഷു, ന്യൂ ഇയർ അങ്ങനെയൊക്കെ. അതൊക്കെ എല്ലാ ഭക്ഷണവും എല്ലാം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു പ്രായം കഴിഞ്ഞിട്ട് അവരൊക്കെ ആ സമയത്ത് കുടുംബമൊക്കെ വിട്ടിട്ട് വരുമോ എനിക്കറിയില്ല. എന്നാലും മൂവിയിൽ വന്നിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് ചെയ്യാൻ പറ്റാണ്ട് പക്ഷെ ഇപ്പോഴും ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഇത് അതിപ്പോഴും എനിക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എടപ്പള്ളി പള്ളിയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചിക്കൻ വെക്കലുണ്ട്, നേർച്ച കോഴി വെക്കൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പോയി. എനിക്ക് വിഷ്ണുവിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഈ സാധനം എടുത്ത് നമ്മൾ തലയിലൊന്നും വെച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ഓഡിയൻസിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ എഴുതുന്നതും ഞങ്ങൾക്കറിയാവുന്നതും സാധാരണക്കാരായ ആളുകളുടെ കഥയുള്ളൂ. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. പിന്നെ അങ്ങനെ വലിയൊരു ഇപ്പം അങ്ങനെ ഉണ്ടോ? എല്ലാവരും പബ്ലിക്കലി അല്ലേ അവൈലബിൾ അല്ലേ മൊത്തത്തിൽ. അപ്പം അങ്ങനെ ഒരു സ്റ്റാർ സെറ്റപ്പ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഫെയിം ആയി കഴിയുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആൾക്കാരൊക്കെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വന്ന് ഇങ്ങനെ നമുക്ക് ഒരു പ്രൈവസി ഇല്ല. അത് അങ്ങോട്ട് മലബാറിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ കൂടുമെന്നല്ലാണ്ട് ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഇപ്പോൾ നമ്മളിവിടെ ചായക്കടയിലൊക്കെ പോയിരുന്ന ഒരു കുഴപ്പമില്ല. ഇവിടെയുള്ള ആളുകൾ മൈൻഡ് ചെയ്യുകയില്ലല്ലോ. മൈൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും നല്ല തിരക്കാണ്, ബിസി ലൈഫാണ്. അങ്ങനെയൊന്നുമില്ല, കോമൺ ലൈഫായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ലൈഫ് എന്നുള്ളൊരു സാധനമൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചില പബ്ലിക്കായിട്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രൈവസിയിൽ ഇപ്പോൾ കൂട്ടുകാരായിട്ട് രണ്ടെണ്ണം കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അവർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ഇതുവരെ നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ജൂൺ 20-ാം തീയതി ഇറങ്ങാൻ പോകുന്ന കൂടൽ എന്ന് പറഞ്ഞ ഫിലിം എല്ലാവരും പോയി കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.